നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓട്ടപ്രദക്ഷിണം ഇന്നലെ ചർച്ച ചെയ്തത് പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെ കേരളത്തിൽ പിടിമുറുക്കുന്നു എന്നതാണ്. അതിനവർ ആരെ ഹൈജാക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് പങ്കുവച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു മുൻ MLA ആണ്, AV താമരാക്ഷൻ. അദ്ദേഹം ഒരു തുറന്ന കത്ത് മതേതര വിശ്വാസികൾക്ക് വേണ്ടി മുന്നിൽ വയ്ക്കുകയാണ്, നമ്മുടെ മുന്നിൽ അദ്ദേഹം വയ്ക്കുകയാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 3,59,443 കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ 88,73,472, അതായത് 26%. കേരളത്തിലെ മദ്രസകളുടെ എണ്ണം 21,683. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മുഴുവൻ കണക്കും കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ കേട്ടാൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ ലഭിക്കുകയുള്ളൂ, കേരളത്തിലെ മതേതരത്വം എങ്ങോട്ട് പോകുന്നു എന്ന്. കേരളത്തിലെ മദ്രസ അധ്യാപകരുടെ എണ്ണം 2,04,683 ആണ്. ഇനി കേരളത്തിലെ പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. ശരാശരി ഒരു പഞ്ചായത്തിലെ മദ്രസകളുടെ എണ്ണം 23. വാർഡ് ഒന്നിന് ഒന്നിൽ കൂടുതൽ മദ്രസകൾ. ഒരു മദ്രസ അധ്യാപകൻ്റെ ശമ്പളം 25,000. പ്രതിമാസം മണിക്കൂറിന് 300 രൂപ നിരക്കിൽ ശമ്പളം പറ്റുന്നവർ പുറമേ. ഒരു മാസം മദ്രസ അധ്യാപകർക്കായി ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന ശമ്പളം 511,70,70,500. ഒരു മാസം മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന പെൻഷൻ 120 കോടി. ആകെ ഒരു മാസം മദ്രസ ശമ്പളവും പെൻഷനും കൂടി ഖജനാവിൽ നിന്നും നൽകുന്ന പണം 631,70,70,500. ഒരു വർഷം കേരളത്തിലെ മദ്രസ ശമ്പളവും പെൻഷനും കൂടി ചിലവഴിക്കുന്ന പണം 75,580 കോടി, 49 ലക്ഷം രൂപ. ഇങ്ങനെ പോകുന്നു കണക്കുകൾ. പരിശോധിക്കുന്നവർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. സംഖ്യയുടെ വലിപ്പം കൊണ്ട് എറർ കാണിക്കും. അത്രയും വലിയ തുകയാണ്. ഇനി ഈ വിവരങ്ങൾക്ക് കടപ്പാട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു നിയമസഭയിൽ അവതരിപ്പിച്ച വിവരങ്ങൾ തന്നെയാണ്. അത്തരം വിവരങ്ങളാണ് നിങ്ങളുടെ മുഖതാവിൽ വയ്ക്കുന്നത്. ഇനി മതേതര മനസ്സുകളോട് ഒരു ചോദ്യം. നിങ്ങൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ്? അതായത് കേരളത്തിലെ വിവിധ മതങ്ങൾക്ക്, അല്ലെങ്കിൽ ആ മതത്തിനകത്ത് ജനിച്ചു പോയ വ്യക്തികൾക്കില്ലാത്ത എന്തു പ്രത്യേകതയാണ് ഈ സമുദായത്തിനുള്ളത്? 80% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ന്യൂനപക്ഷങ്ങൾ കൈവശം വച്ചിരിക്കുന്നു. ഭരിച്ചവർ മതേതരരായിരുന്നു എങ്കിൽ ഇത് സംഭവിക്കുമോ? കാശ്മീരി പണ്ഡിറ്റുകളുടെ ദുരവസ്ഥകളെക്കുറിച്ച്, അല്ലെങ്കിൽ പാകിസ്ഥാൻ, ബംഗാൾ ന്യൂനപക്ഷ പീഡനങ്ങൾ, ഇതൊക്കെ കാര്യത്തിലും മൗനം. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത വാചാലത. പാകിസ്ഥാൻ ഇനി അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഹോസ്പിറ്റൽ അടിച്ച് വെടിവെച്ച് തകർത്തു, സ്ഫോടനം നടത്തി തകർത്തെറിഞ്ഞു കിടന്നു. ഇതിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും, ഒരു മതേതരനെങ്കിലും ചോദ്യം ചോദിച്ചോ? ഇല്ല, ചോദ്യം ചോദിക്കില്ല. കാരണം അത് ചെയ്തത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണ്. ഇറാൻ്റെ കാര്യത്തിൽ എന്തേ ഇതിൽ ഉപരിയായിട്ടുള്ള ഒരു വലിയ ഒരു ഉമ്മത്ത്? എന്തേ ആ ഉമ്മത്ത് പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഏറ്റുവാങ്ങിയ അഫ്ഗാനിസ്ഥാനോടില്ലേ? ഇനി പാകിസ്ഥാൻ ഇത് മാത്രമാണോ ചെയ്യുന്നത്? അവരുടെ ഇടയിലേക്ക് ഭീകരവാദികളെ അയക്കുന്നുണ്ട്, ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട്. ലോക ഭീകരവാദത്തിലെ 12 സംഘടനകൾ, ലോകത്തിലെ ആഗോള ഭീകരവാദത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും അപകടകരമായിട്ടുള്ള 12 സംഘടനകൾ പാകിസ്ഥാനിൽ നിന്നുള്ളതാണ്. ലോകത്തിൽ ഭീകരവാദം കയറ്റി അയക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന് മറ്റൊന്നും കയറ്റി അയക്കാനില്ല. അങ്ങനെയുള്ള പാകിസ്ഥാൻ, ആ പാകിസ്ഥാൻ ചെയ്യുന്ന ചെയ്തികൾക്കൊന്നും ആ പാകിസ്ഥാനെ ചോദ്യം ചെയ്യുവാനോ അവരെ വിമർശിക്കുവാനോ ആരും തന്നെ തയ്യാറാകുന്നില്ല. ഇനി പലസ്തീനും ഗാസ എന്ന് വിളിച്ച് വല്ലാത്ത രീതിയിൽ സങ്കടം പൊഴിക്കാറുണ്ട്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്നതിൻ്റെ പ്രശ്നം എന്താണ്? അതിനാരാണ് ഉത്തരവാദി? ഇറാൻ തന്നെയാണ് അതിന് ഉത്തരവാദി. കാരണം ഇറാൻ എന്താണ് ചെയ്തത്? ഇസ്രായേലിനെ 2047 ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി. ഇതിൽ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് അവകാശമില്ലേ? അവർ അണ്വായുധ ശേഖരം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി.
യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി ആ രാജ്യത്തിനെതിരെ ആക്രമണത്തിനുള്ള പദ്ധതികൾ ഉപയോഗിച്ചു. ഇനി യുറേനിയം ഉപയോഗിച്ച് അവർ അണ്വായുധം ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേലിനെ ആയിരിക്കും. എന്തേ ഇസ്രായേലിനെ തിരിച്ചടിക്കുവാനുള്ള അവകാശമില്ലേ ഇറാനെ? അവർ മരിച്ചു വീഴണം എന്നാണോ? ഇനി ഗാസയുടെ കാര്യമെടുക്കാം, അല്ലെങ്കിൽ പലസ്തീൻ്റെ കാര്യമെടുക്കാം. അവിടെയും ഇതൊക്കെ തന്നെയാണ്. അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇങ്ങോട്ട് ആക്രമണം നേരിടും. ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമാണിത്. ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണിത്. തീർച്ചയായിട്ടും അവർ തിരിച്ചാക്രമിക്കും. പക്ഷേ അതിന് മാത്രം ഇവിടെ സെലക്റ്റീവായ കണ്ണുനീർ. ഇനി പാകിസ്ഥാൻ്റെ കാര്യമെടുത്താൽ അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഇനി അഫ്ഗാനിസ്ഥാനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. ഭൂരിപക്ഷം അവരായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നൊരു വിഷയം? അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ ഒരു അടിമകളാണ്, ലൈംഗിക അടിമകളാണ്. ലൈംഗിക അടിമകളായി മാത്രമേ അവർ പരിഗണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പ്രസവ യന്ത്രങ്ങളായി മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഇതിൻ്റെ അലയൊലികൾ നമ്മുടെ സംസ്ഥാനത്തിനുള്ളിലും കാണാൻ പറ്റും. അതായത് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ചില സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ സ്ത്രീകളെ കൊണ്ടിരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ, അല്ലെങ്കിൽ ഇസ്ലാമികമായ ചില സംഘടനകളുടെ പരിപാടികൾക്കിടയിൽ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറിയാൽ പോലും വല്ലാത്ത അസഹിഷ്ണുത രേഖപ്പെടുത്തുന്ന അവരുടെ ഈ മുതലാളിമാരെ നമുക്ക് കാണാം. നേതാക്കന്മാരെന്നല്ല പറയേണ്ടത്, ആ മുതലാളിമാരെന്ന് തന്നെ പറയണം. ആ മുതലാളിമാരെ നമുക്ക് കാണാൻ പറ്റും. ഈ മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയധികം വലിയ സമ്പത്ത് അങ്ങോട്ട് ഒഴുക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്താൽ അത് മതേതരത്വത്തിന് എതിരായി മാറും. എങ്ങനെയാണ് മതേതരത്വത്തിന് എതിരായി മാറുന്നത്? ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ നികുതി കൊടുക്കുന്നത് ഒരേ പണമാണ്. ഈ രീതിയിൽ ദുരുപയോഗിക്കപ്പെടുന്നത് എന്തിനാണ്? ഇനിയും ഈ രീതിയിലുള്ള ഒരു അനീതി എന്താണ് അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം വളരെയധികം ശക്തമായതുകൊണ്ടും തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടക്കുന്നത്, നമ്മുടെ ഇടയിൽ നടക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എങ്ങനെയും തൃപ്തിപ്പെടുത്തുക. ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ആദ്യകാലത്ത് ജിന്ന ഇത്ര വലിയ ഒരു ഭീകരവാദിയായിരുന്നില്ല, ഒരു മിതവാദിയായിരുന്നു. എന്തേ ഈ രീതിയിൽ ജിന്നയ്ക്ക് മാറ്റം വന്നത്? തീർച്ചയായിട്ടും ഇവിടെ ഭീകരവാദം പറഞ്ഞാൽ, ഇവിടെ തീവ്രവാദം പറഞ്ഞാൽ പിന്തുണയ്ക്കാൻ ആളുണ്ട് എന്ന ബോധ്യം വന്നതിൻ്റെ പേരിലാണ്. 1930കളിൽ ദോസ് ഹു ബിലീവ് ഇൻ ഹോളി ഖുറാൻ ആൻഡ് ഇസ്ലാം, നിങ്ങൾ ഹോളി ഖുറാനിലും ഇസ്ലാമിലും വിശ്വസിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിം ലീഗ് ഒരു വലിയ ശക്തിയായി മാറുന്നൊരു കാഴ്ചയാണ് പിന്നെ കണ്ടത്. പിന്നെ ഡയറക്റ്റ് ആക്ഷൻ ഡേയിലൂടെ, അതിനുശേഷം പിന്നീട് ഇന്ത്യ വിഭജനത്തിലൂടെ അവർ വീണ്ടും ശക്തമായി മാറി. എന്തായിരുന്നു അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്? അവരെ തീവ്ര ഇസ്ലാമിക പക്ഷക്കാരെ സന്തോഷിപ്പിക്കുവാൻ എടുത്ത ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇനി അതങ്ങനെ സംഭവിക്കും എന്നല്ല. പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമാകുന്നിടത്തെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. അവർക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ വിഡ്ഢികളായി മാറും. അവരും നാളെ ഇവരുടെ ഇരകളായി മാറുന്നതാണ് നമുക്ക് മുന്നിലെ കാഴ്ച. അതാണ് നമുക്ക് മുന്നിലെ അനുഭവം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.